വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ആള് ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. കണ്ണിനിട്ടും മൂക്കിനിട്ടും തലക്കിട്ടും ഒക്കെ. വേറെ വെപ്പണൊന്നുമില്ല, ഫിസ്റ്റ് തന്നെയാണ്. 10 മണിയോട് കൂടിയാണ് വൈറ്റില മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ പാളത്തിൽ എത്തിച്ച് ഈ പ്രതിയായിട്ടുള്ള പൊന്നുരുണി സ്വദേശി ഷാജിയെ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അതിൽ ഇയാൾ ഹൈക്കോടതിയുടെ മുൻ ജീവനക്കാരൻ കൂടിയാണ്. 63 വയസ്സാണ് പ്രായം. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതായത് കോട്ടയം സ്വദേശിയായിട്ടുള്ള സുധാ ബേബി എറണാകുളത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. ഇവരുമായിട്ടുള്ള ഒരു ബന്ധം ഏകദേശം 20 വർഷത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് പോലീസ് പറയുന്നു. അങ്ങനെയുള്ള ആ ഒരു ബന്ധം ഇപ്പോൾ ഇയാളുടെ വീട്ടിൽ പറയും അല്ലെങ്കിൽ വീട്ടിൽ അറിയും എന്നുള്ള ഒരു നിലയ്ക്ക് വന്നപ്പോൾ അതിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പൊന്നുരുണിയിലെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കുകയും അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഇത് കുറച്ച് കാലമായി തന്നെ ഇവർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമുണ്ടായിരുന്നു. ആ ഒരു വൈരാഗ്യം, ദേഷ്യം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനു മുൻപും ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ള പ്രദേശത്തേക്ക് ഇവർ തമ്മിൽ വന്നിട്ടുണ്ട്, ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വരവ് പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അതിലുണ്ടായിരുന്നു. അതൊരു കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവിടെയൊക്കെ തന്നെ വിജനമായി കിടക്കുന്ന ഒരു വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അവിടെ വെച്ച് മൂക്കിനെ ഇടിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൂക്കിനിടിച്ച് ഈ സുധാ ബേബി അവിടെ വീഴുന്നു. ആ വീഴുന്നത് ഒരു കല്ലിലേക്കാണ്. തലയുടെ പിന്നിലേക്ക് ക്ഷതമേൽക്കുന്നു. ആ ക്ഷതമേറ്റ സമയത്ത് ഇവർ കരയുന്ന സമയത്ത് ഇവരുടെ മുഖം വളരെ ബലമായി തന്നെ പിടിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ശബ്ദം ഇല്ലാതാക്കി ഒരു കൊലപാതകം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ ശരീരത്തിൽ രക്തക്കറയുള്ള ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ട് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്.